ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശാലിനി കുട്ടികൾക്ക് സമ്മാനമൊക്കെ കൊടുത്തതിന് ശേഷം പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു ഡോക്ടറോ എഞ്ചിനീയറിങ്ങോ കളക്ടറോ ഒക്കെ ഉണ്ടാകണമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. മക്കൾക്കൊക്കെ അതിന് പറ്റുമെന്നും പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും സത്യം പപ്പിമോളെയും തേടുകയാണ്. ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് മക്കൾ എവിടെയെന്ന്. വിഷ്ണുവും എല്ലാവരും അവിടെയൊക്കെ തേടുകയാണ്. അതേസമയം രോഹിത്തും ശ്യാമയും ശാരദാമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ശാരദാമ്മ ചോദിക്കുന്നുണ്ട് സത്യാമ്മ എന്ത് പറഞ്ഞെന്നൊക്കെ. ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മ ഒരിക്കലും ക്ഷമിക്കത്തില്ലെന്ന് അറിയത്തില്ല എന്നൊക്കെ, ഒരുപാട് ദേഷ്യപ്പെട്ടെന്നൊക്കെ പറയുന്നു. രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതുപോലെ തെറ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പെരുമാറിയെന്നൊക്കെ പറയാണ്. ശാരദാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം മോന്റെ തെറ്റ് മനസ്സിലായല്ലോ, എന്തായാലും ഇനി നന്നായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. ശാരദാമ്മ ശാലിനിയെ വിളിച്ചിട്ട് എന്താണ് ലേറ്റ് ആകുന്നതെന്ന് ചോദിക്കുന്നു. ശാലിനി അപ്പോൾ മക്കളെ കാണാനില്ല, പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നു. ശാരദാമ്മ ടെൻഷൻ ആകുന്നുണ്ട്. രോഹിത്തിനോടും ശ്യാമയോടും കാര്യം പറയുന്നു. രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മക്കളെ അന്വേഷിച്ചിട്ട് വരാമെന്ന്. രോഹിത് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ സുസ്മിത ഫോൺ ചെയ്യുന്നു. സുസ്മിത പറയുന്നുണ്ട് കുട്ടികൾ മിസ്സായതിന്റെ പിന്നിൽ ഞങ്ങളാണെന്ന്. രോഹിത് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടല്ലേ ദേഷ്യം, നിങ്ങൾ എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, കുട്ടികളെ വെറുതെ വിടാനെന്നൊക്കെ പറയുന്നു. സുസ്മിത അപ്പോൾ ഉപേന്ദ്ര കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. ഉപേന്ദ്രൻ പറയുന്നുണ്ട് നീ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മാത്രമേ കുട്ടികളെ തിരികെ തരത്തുള്ളൂവെന്ന്. ഞാൻ പറയുന്ന ഡോക്യുമെന്റിൽ ഒപ്പിട്ടാൽ ഉറപ്പായിട്ടും കുട്ടികളെ തിരികെ തരുമെന്ന് പറയുന്നു. ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. രോഹിത്തിന്റെ അടുത്തേക്ക് ശ്യാമ ചെല്ലുന്നു. ശ്യാമ ചോദിക്കുന്നുണ്ട് സുസ്മിതയാണോ വിളിച്ചത്, സുസ്മിതയുടെ കസ്റ്റഡിയിലാണോ കുട്ടികളെന്ന് ചോദിക്കുന്നു. രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് രോഹിത് ഒന്നും പറയാതെ പോവുകയാണ്. ശേഷം കാണിക്കുന്നത് പപ്പിയും സത്യയും തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ സുസ്മിതയെ വിളിക്കുന്നുണ്ട്. സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് ഇവരെ എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടതെന്ന്. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് മണിമല എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന്. സുസ്മിത ഫോൺ വെച്ചതിന് ശേഷം ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ എന്നൊക്കെ. ആ സമയത്ത് സുസ്മിത പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആ കുട്ടികളെന്ന്. അതുമാത്രമല്ല ശാലിനിക്കൊക്കെ സംശയം തോന്നിയാൽ ഇങ്ങോട്ട് തന്നെ വരുമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് രോഹിത് സുസ്മിതയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. രോഹിത് സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് കുട്ടികൾ എവിടെയെന്ന്. ഉപേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട് നീ ഞങ്ങൾ പറഞ്ഞ കാര്യം അനുസരിച്ചാൽ മാത്രമേ കുട്ടികളെ തിരിച്ചു കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. രോഹിത് അപ്പോൾ പറയുന്നുണ്ട് വീടും വസ്തുവും ഒക്കെ ഞാൻ എന്റെ ഭാര്യ ശ്യാമയുടെ പേരിൽ എഴുതി വെച്ചെന്ന്. രോഹിത് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ടിട്ട് കത്തി എടുക്കുകയാണ്. കത്തി കൊണ്ട് ഉപേന്ദ്രനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് സുസ്മിത പിടിച്ചു മാറ്റുന്നുണ്ട്. സുസ്മിത പറയുന്നുണ്ട് ഇപ്പോഴും കുട്ടികൾ ഞങ്ങളുടെ കയ്യിലാണ്, നീ അത് ഓർത്തോണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രോഹിത് അതൊന്നും കേൾക്കുന്നില്ല. രോഹിത് പറയുന്നുണ്ട് നിങ്ങളെ വെറുതെ വിടില്ല, ഇന്ന് ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് രോഹിത്തിന് തലയ്ക്ക് അടി കിട്ടുകയാണ്. ചന്ദ്രബോസ് വന്നിട്ട് രോഹിത്തിനെ അടിക്കുന്നു. ഒരു തടി കൊണ്ട് രോഹിത്തിന്റെ തലയ്ക്ക് അടിച്ച് താഴേക്കിടുകയാണ്. രോഹിത്തിന്റെ ബോധം പോകുന്നുണ്ട്. ചന്ദ്രബോസ് പറയുന്നുണ്ട് ഇവൻ ചത്താലും പ്രശ്നമില്ല, ചോദിക്കാനൊന്നും ആരുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് ഇവനെ കൊണ്ട് സാധിക്കാനുള്ള കാര്യമൊക്കെ സാധിച്ചോളാം എന്ന് പറയുന്നുണ്ട്. കുറച്ച് ജീവൻ മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്, ബാക്കി ജീവൻ കൂടെ യമലോകത്തേക്ക് ഞാൻ തന്നെ അയച്ചോളാമെന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് ശാലിനിയും വിഷ്ണുവും ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശാരദാമ്മ ചോദിക്കുന്നുണ്ട് കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ ഒരു വിവരവും ഇല്ലെന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് കുട്ടികളെ ആരോ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ടു പോയതാണെന്ന്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് രോഹിത്തിന് ഒരു കോൾ വന്നിരുന്നു, സുസ്മിതയാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് രോഹിത് ടെൻഷനായിട്ട് ഇവിടെ നിന്നും പോവുകയായിരുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്തൊക്കെയോ പേപ്പറൊക്കെ എടുത്ത് രോഹിത് നോക്കുന്നുമുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആ സുസ്മിതയാണെങ്കിൽ അവളെ ഞാൻ കൊന്നുകളയുമെന്നൊക്കെ. വിഷ്ണു രോഹിത്തിനെ ഫോൺ വിളിക്കുന്നുണ്ട്. മൊബൈൽ റിംഗ് അടിക്കുന്നുണ്ട്. സുസ്മിത അപ്പോൾ ഉപേന്ദ്രനോട് പറയുന്നുണ്ട് അവന്റെ മൊബൈൽ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ലൊക്കേഷൻ നോക്കി ഇവിടെ വരുമെന്നൊക്കെ. ഉപേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണു ഇവിടെ വന്നിട്ട് എന്ത് സാധിക്കാനാണെന്ന്, കുട്ടികൾ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. അവൻ അത്രയ്ക്കൊരാണാണെങ്കിൽ ആ കുട്ടികളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, അപ്പോൾ ഞാൻ അവൻ മിടുക്കനാണെന്ന് സമ്മതിക്കാമെന്നൊക്കെ പറയുന്നു. വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് രോഹിത് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന്. വിഷ്ണു പറയുന്നത് കേട്ടിട്ട് ശാലിനി ഉടനെ തന്നെ അനുവിനെ കോൾ ചെയ്യുന്നു. അനുവിനോട് പറയുന്നുണ്ട് ഞാൻ തരുന്ന നമ്പറിൽ ആരൊക്കെയാണ് ലാസ്റ്റ് വിളിച്ചതെന്ന് പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു. അന്വേഷിച്ചിട്ട് ഉടനെ തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ശേഷം കാണിക്കുന്നത് വിഷ്ണു ശാലിനി ശ്യാമയും കൂടി രോഹിത് താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ്. ആ ഫയലിൽ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ശാലിനിയും വിഷ്ണുവും ഞെട്ടിപ്പോകുന്നു. അവിടെ ചെന്നിട്ട് അലമാരിയിലെല്ലാം തപ്പി ഫയൽ കണ്ടുപിടിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.